ഹായ് ഫ്രണ്ട്സ്, നാത്തൂൻസ് വേണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയ ഉള്ളി കൊണ്ടുള്ള ഒരു കറിയായിട്ടാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു 10-20 കഷ്ണം ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞെടുത്തതാണ്. ഇവിടെ ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് എരിയൊന്നും ഇതിന് വേണ്ട കേട്ടോ. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒരു കൊടംപുളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഈ കൊടംപുളി മൂത്ത് വരുന്നതാണ്. ഈ ഉള്ളിയും കൊടംപുളിയും എല്ലാം കൂടെ മൂത്ത് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ പിഴുപുളിയല്ല ചേർക്കുന്നത്, കൊടംപുളിയാണ് ചേർക്കുന്നത്. ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളിയുടെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ തിളച്ച് നന്നായിട്ട് വെന്ത് വറ്റണം. ഒരുപാടങ്ങ് വറ്റിപ്പോകരുത്, എന്നാലും ഒരു പരുവായിട്ട് വരണം. അങ്ങനെ നമ്മുടെ ഉള്ളിക്കറി തിളച്ച് വറ്റി നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളിയും ഈ പൊടിവകകളും പുളിയൊന്നും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറും, ഒരു കയ്പ്പായിരിക്കും. ഇത്രയും വറ്റിയാൽ മതിയാവും കേട്ടോ. ഇനി ഇതിരുന്ന് ഒന്ന് വറ്റണം. കാര്യം നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്, അപ്പം കുറച്ച് സമയം എടുക്കും ഇതൊന്ന് തണുത്ത് എല്ലാം സെറ്റായി വരണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല മണം വീട് മുഴുക്കെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇതൊരു 2 ദിവസം വെളിയിലിരുന്നാലും കുഴപ്പമൊന്നും പറ്റില്ല. നമുക്ക് ഒരു കറി ഇല്ലെങ്കിലും ഇത് കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചെറിയ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.